ഹലോ ഓൾ, എല്ലാവരും സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടി അതിഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞു. സെക്കൻഡ് ടൈം എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സിലബസ് തന്നെയാണ്. ഒരുപാട് പഠിക്കാനുള്ളതാണ് സെക്കൻഡ് ടൈം എക്സാം ഒരു പ്ലസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, എസ്പെഷ്യലി കേസ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഈ രണ്ട് വിഷയം നിങ്ങൾ സ്ട്രക്ചർഡായി പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും ഈ കാണുന്ന സിലബസുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ടൈം എക്സാമിൽ മനോഹര മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. ആയതിനാൽ എല്ലാ മക്കളും തീരുമാനിച്ച് തന്നെ പോകണം. ഒക്ടോബർ മാസം നമ്മൾ എന്തെല്ലാം പഠിക്കണം, നവംബർ എന്തെല്ലാം പഠിക്കണം. ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ മാത്തമാറ്റിക്സിലെ എന്തെല്ലാം ചാപ്റ്റേഴ്സാണ്, ഏതെല്ലാം പാഠങ്ങളാണ് ഒക്ടോബർ മാസം പഠിക്കേണ്ടതെന്നും നവംബറിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സും എല്ലാം തന്നെ ഡീറ്റെയിൽ പറയുന്നതാണ്. സോ എല്ലാ മക്കളും ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് മനസ്സിലാക്കുക ഒക്ടോബർ മാസം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്ന്. പൊതുവെ ഈ നിമിഷം എല്ലാ വിദ്യാർത്ഥികളും മാത്സിലെ 6ാമത്തെ പാഠമായിട്ടുള്ള ലീനിയർ ഇൻഇക്വാലിറ്റീസ് പഠിച്ചിട്ടുണ്ടാവും. സെറ്റ്സ്, റിലേഷൻസ്, ട്രിഗണോമെട്രി, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ഇനി ആരെങ്കിലും ഈ കാണുന്ന ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും പഠിക്കാൻ വേണ്ടി ബാക്കിയുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ നിങ്ങൾ എന്താണ് ഈ കാണുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ കവർ ചെയ്യണം. ഒരു 2-3 ദിവസത്തിനാണ് നിങ്ങൾ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതിനകത്ത് ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും പഠിക്കാത്തൊരു പാഠമായിരിക്കാം കോംപ്ലക്സ് നമ്പേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വേണ്ടി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു 1 ഷോട്ട് റിവിഷൻ്റെ റെക്കോർഡ് വീഡിയോ ഓൾറെഡി ദിഷ്ടാമിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യണം, സംശയങ്ങളുണ്ടെങ്കിൽ ആ കാണുന്ന വീഡിയോ എത്ര വേഗം കണ്ട് ആ കാണുന്ന ചാപ്റ്റർ അതിവേഗം റിവൈസ് ചെയ്ത് പഠിച്ചു തീർക്കാം. ഇതിന് പുറമെ 7ാമത്തെ ചാപ്റ്ററാണ് ഈ നിമിഷം ആദ്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കേണ്ട ചാപ്റ്റർ. കാരണം 7ാമത്തെ പാഠം പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 8ാമത്തെ പാഠമായിട്ടുള്ള ബൈനോമിയൽ തിയറം പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ആദ്യമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ മറ്റൊന്നുമല്ല, പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ. നിങ്ങൾ എത്രയും വേഗം പഠിക്കാൻ വേണ്ടി ഇരിക്കണം. ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ് ഷായ് സാർ എടുത്തു കഴിഞ്ഞു. സോ എല്ലാ മക്കളും ആ കാണുന്ന ലൈവ് ക്ലാസ് കണ്ട് എത്രയും വേഗം ആ ചാപ്റ്റർ പഠിച്ചു തീർക്കേണ്ടതാണ്. സോ പെർമുറ്റേഷനും അതിനുശേഷം പഠിക്കേണ്ട പാഠമാണ് ബൈനോമിയൽ തിയറും. സോ ഒക്ടോബർ മാസത്തിലെ 2 പാഠം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പെർമുറ്റേഷൻ, ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ പെർമുറ്റേഷൻ ആണ് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് സമയം എടുത്ത് തന്നെ എല്ലാവരും എന്താണ് പെർമുറ്റേഷൻ പഠിക്കുക. അപ്പോൾ ചോദിക്കും 2 പാഠം മാത്രം മതിയോ എന്ന്. ഒരിക്കലും പോലെ 2 പാഠമല്ല, ഇനി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസ് നിങ്ങൾ ഈ മാസം തന്നെ പഠിച്ച് തീർക്കണം. അതായത് 3 പാഠമാണ് ഞാൻ ഈ മാസം പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഒന്ന് പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ, 2ാമത്തെ പാഠം എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറം, 3ാമത്തത് സീക്വൻസ് ആൻഡ് സീരീസ്. ബാക്കി നിൽക്കുന്നത് സെക്കൻഡ് ടൈം എക്സാം പരിശോധിക്കുമ്പോൾ 4 പാഠമാണ്. ഈ 4 പാഠത്തിലെ ഒരു ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി വളരെ ഈസിയാണ്. ഒരു 15 മിനിറ്റിൻ്റെ റെക്കോർഡ് കൂടി നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ആ കാണുന്ന ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ആരും ഈ നിമിഷം സമയം ചെലവഴിക്കേണ്ട. നവംബർ മാസം നിങ്ങൾ എന്താണ് ആ ചാപ്റ്റർ പഠിക്കേണ്ട എന്ന് തന്നെ ഞാൻ പറയും. ബാക്കി ഏതുണ്ട്? 3 പാഠമാണ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് ആൻഡ് ലിമിറ്റ്സ്. +1 വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ക്രക്സായ 3 ചാപ്റ്ററാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻസും കോണിക്കും ലിമിറ്റ്സ് ആൻഡ് ഡയറക്ട്രിക്സും. കാരണം ബോർഡ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും അധികം മാർക്കിന് ചോദിക്കുന്ന 3 പാഠമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞത്. കോണിക്കിൽ നിന്ന് 7 മാർക്കിനും, സ്ട്രെയിറ്റ് ലൈൻസ് 6 മാർക്കും, ലിമിറ്റ്സ് ആൻഡ് ഡയറക്ട്രിക്സ് 9 മാർക്കും. മൊത്തം പറയുമ്പോൾ ഈ കാണുന്ന 3 പാഠം സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത് 9 + 7 + 6 22 മാർക്ക്. ബോർഡ് എക്സാമിൽ 60 മാർക്കിലെ 22 മാർക്ക് വരാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന 3 പാഠമാണ്. ഈ കാണുന്ന 3 ചാപ്റ്റേഴ്സാണ് എൻ്റെ എല്ലാ മക്കളും നവംബർ മാസം ഫോക്കസ് ചെയ്യേണ്ടത്. ഗംഭീരമായ പാഠങ്ങളാണ്. 3 പാഠം പഠിക്കുക, എക്സാമിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക, ഇതാണ് നമ്മൾ ഉദ്ദേശം. സോ സെക്കൻഡ് ടൈം എക്സാമിലെ എല്ലാ സിലബസ് നമ്മൾ നവംബർ മാസം പഠിച്ചു തീർക്കുന്ന രീതിക്കാണ് ഈ കാണുന്ന പ്ലാൻ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഡിസംബറിലെ ആദ്യ 10 ദിവസം അതിഗംഭീരമായി റിവൈസ് ചെയ്ത് സെക്കൻഡ് ടൈം എക്സാമിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കാം. സോ എല്ലാവരും ഒക്ടോബർ മാസം ഞാൻ പറഞ്ഞ പാഠങ്ങളായ 3 പാഠം വീണ്ടും പറയുന്നു. പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ് നിർബന്ധമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീർത്ത് സെക്കൻഡ് ടൈം എക്സാമിൽ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. സെക്കൻഡ് ടൈം എക്സാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 12 പാഠമാണ്. 2 പാഠം മാത്രം ബാക്കിയുള്ളൂ. അതായത് മെയിൻ എക്സാമിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് നിങ്ങൾ സെക്കൻഡ് ടൈം എക്സാം പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കാണുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിനും ഫുൾ മാർക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. സോ ബോർഡ് എക്സാമിന് ഫുൾ മാർക്കിലേക്കുള്ള ലക്ഷ്യം നമ്മൾ ഇപ്പോൾ തന്നെ വർക്ക് ആരംഭിക്കണം, ഇപ്പോൾ തന്നെ പണി ആരംഭിക്കണം. എന്നാൽ മാത്രമാണ് വളരെ കൂളായിട്ട് നമുക്ക് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ബൈ ഗൈസ്, സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം ദാലിൻ ലേണിംഗ്. താങ്ക് യു.